റിപ്പോർട്ടർ ബ്രേക്കിംഗ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ 3 ടേം വ്യവസ്ഥയിലെ ഇളവ് സംബന്ധിച്ച് പുതിയ സർക്കുലറിനെതിരെ മുസ്ലിം ലീഗിൽ എതിർപ്പ് രൂക്ഷം. വിഷയം ചർച്ച ചെയ്യാൻ യൂത്ത് ലീഗ് യോഗം വിളിച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം 3 മണിക്ക് മലപ്പുറം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ചാണ് യോഗം. ലീഗ് നേതൃത്വത്തെ നേരിൽ കണ്ട് എതിർപ്പ് അറിയിക്കാനാണ് യൂത്ത് ലീഗിന്റെ തീരുമാനം. 3 ടേം വ്യവസ്ഥയിൽ ഇളവ് വരുത്തിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇളവ് നേടാൻ ലക്ഷ്യമിട്ടാണെന്നാണ് വിമർശനം. സർക്കുലറിനെതിരെ വലിയ എതിർപ്പുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. 3 ടേം വ്യവസ്ഥയിൽ അഷ്കർ അലി കരിമ്പ, വെരി ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. ഈ 3 ടേം വ്യവസ്ഥയിൽ സർക്കുലറിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധമാണോ? പ്രതിഷേധം ആരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാവുന്നത്? അരുൺ, ഈ 3 ടേം വ്യവസ്ഥയിലെ ഇളവ് നടപ്പാക്കുന്നതോടെ തന്നെ അത് ഏറ്റവും കൂടുതൽ തിരിച്ചടിയാൻ പോകുന്നത് യുവാക്കൾക്കാണ് എന്നുള്ളത് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ യൂത്ത് ലീഗാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിക്കുന്നത്, ശക്തമായി എതിർപ്പ് ഉന്നയിക്കുന്നതും യൂത്ത് ലീഗ് തന്നെയാണ്. സംസ്ഥാന നേതൃത്വം നേരിൽ കണ്ട് പരാതി അറിയിക്കാനാണ് യൂത്ത് ലീഗിന്റെ തീരുമാനം. ആദ്യഘട്ടമെന്നാണ് ഇന്നിപ്പോൾ യൂത്ത് ലീഗിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി യോഗം വിളിച്ചിട്ടുണ്ട്. മലപ്പുറത്തെ ഭാഷാ സമര ഹാളിൽ യൂത്ത് ലീഗിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസായിട്ടുള്ള ഭാഷാ സമര ഹാളിൽ വെച്ചാണ് യോഗം ചേരുന്നത്. ഈ യോഗത്തിൽ വിഷയം കൃത്യമായി ചർച്ച ചെയ്ത് അതിനുശേഷം ഔദ്യോഗികമായി തന്നെ പാർട്ടിയെ നിലപാട് അറിയിക്കാനാണ് യൂത്ത് ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം. അതിനോടനുബന്ധിച്ച് തന്നെ യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റി നേതൃത്വം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ദേശീയ നേതാക്കളെ അടക്കം നേരിട്ട് കണ്ട് പരാതി അറിയിക്കാനുള്ള ഒരു നീക്കം കൂടി നടത്തുകയും ചെയ്യുന്നുണ്ട്. യോഗത്തിന് മുന്നോടിയായി തന്നെ നേതൃത്വത്തെ കാണാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ 3 ടേം വ്യവസ്ഥ നടപ്പാക്കുകയും അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് വലിയ ഗുണം ചെയ്യുകയും ചെയ്തൊരു കാര്യമാണ്. അത്തരമൊരു സാഹചര്യം ഉണ്ടായിട്ട് പോലും ഇപ്പോൾ ഇതിൽ മാറ്റം വരുത്തിയത് പല സമ്മർദ്ദങ്ങളുടെയും വിധേയമായിട്ടാണ് എന്നാണ് ഇപ്പോൾ ലീഗിനകത്ത് തന്നെ ഉയരുന്ന ആക്ഷേപം. അതിൽ ഏറ്റവും വലിയ പ്രധാന വിമർശനം എന്ന് പറയുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. പല പ്രധാനപ്പെട്ട MLA-മാർ 3 ടേം ആയതുകൊണ്ട് തന്നെ ഇതേ നിബന്ധന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടപ്പിലാക്കിയാൽ മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അവരുടെ അടക്കം സമ്മർദ്ദവും ഇടപെടലും പരിഗണിച്ചുകൊണ്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇപ്പോൾ പല ആളുകൾക്കും ഈ ഇളവും ഒഴിവും ഒക്കെ കൊടുക്കുന്നതെന്നാണ് ലീഗിനകത്ത് തന്നെ ഉയരുന്ന ആക്ഷേപം. അപ്പോൾ അത് ശക്തമായി ഉന്നയിക്കാനാണ് യൂത്ത് ലീഗിന്റെ നീക്കം. അരുൺ, ഓക്കെ, താങ്ക് യു. അഷ്കർ അലി കരിമ്പയാണ് വിവരങ്ങൾ നൽകിയത്.